ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയത്ത് നമ്മുടെ പുഞ്ചയെന്ന് ആറ്റുവാളെ വളത്തുമീനൊക്കെ പിടിക്കുന്ന അടിപൊളി ഒരു വീഡിയോ കണ്ടാലോ നമുക്ക്. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ പോയ സ്ഥലമല്ല ഇത്. വാള, നല്ല പൊളപ്പം വാള. ഇതിനെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നത്? വെള്ളത്തിടാ ഇവിടെ ഇട്ടേക്കുന്നത്. ചേട്ടാ കിടിലൻ വാള, 2 വാള, തൂളി, പൊടിമീൻ എല്ലാം ഉണ്ട്. വരും, കൊമ്പൻ വരും. നല്ലൊരു വാളയാണ് കേട്ടോ, അടിപൊളി ഒരു വാളയാണ് കിടക്കുന്നത്. സൈസ് വാളയാണ്, ഏകദേശം ഒരു 4-5 കിലോ തൂക്കം വരുന്നൊരു വാളയാണ്. ഇറക്ക് തൂളി, തൂളിയല്ല, തൂളി കുഞ്ഞന്മാർ. വള്ളത്തിയോ അതുകൊണ്ട് അപ്പുറത്തോട്ട് പോയിരുന്ന തപ്പി പിടിക്കായിരുന്നല്ലോ വള്ളത്തി. അജയണ്ണ ഇന്ന് ഒരുപാട് ആൾക്കാരെ ഇറക്കുമതി ചെയ്തോണ്ടാണോ വന്നേക്കുന്നത്? ആട്ട് എല്ലാരും ആട്ടി പിടിക്കേ. ഇവിടോട്ടൊക്കെ ചാട്. ഞാൻ വല കിടക്കുവാന്ന് പറഞ്ഞിട്ട് നീ ആ വലയുടെ മുകളിലോട്ട് തന്നെയാണോ എടുത്ത് ചൂണ്ടടിച്ചത്? ഞാൻ വന്നതിന്റെ ഐശ്വര്യം ആർക്കാ? 6 വലയില. അവിടെ ഒന്നും ഇല്ല. കുറച്ച് തൂളിക്കുഞ്ഞുണ്ട്. തൂളി, തൂളിയുണ്ടില്ലേ? അയ്യോ, തൂളിയെല്ലാം കൂടെ. തുളി പരൽ, പൂവാലിപ്പരൽ. കണ്ടോ, ഇവിടെ എല്ലാം മട തുറന്ന് വെച്ചേക്കാണ്. കണ്ടോ വെള്ളം കയറുന്നത്. വേണ്ടൊരു തൂളി. എന്തുവാ ദേവനെ രക്ഷപ്പെട്ട്. വേണ്ട, ജയിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മട തുറന്ന് വെച്ചേക്കുകയാണ്. നമ്മുടെ കൊയ്ത്തുപാടങ്ങളെല്ലാം മട മുറിച്ചതാ വെള്ളം കയറ്റാണ്. ഇത് അറിയാതെ ഒരാളെടുത്ത് വീശിയിരിക്കുന്നു. വെള്ളം കയറി നമ്മുടെ പാടമെല്ലാം തേച്ചു. നെൽകൃഷി ചെയ്തിരുന്ന പുഞ്ചപ്പാടങ്ങളായിരുന്നു. അവിടോട്ടെല്ലാം മൺസൂൺ പെയ്ത്ത് വെള്ളമാണ്. കിഴക്ക് നല്ല മഴയാണ്, ആറ്റിന്ന് നല്ല വരവാണ്. ചെങ്കോലാറിൽ നിന്ന് വരുന്ന വെള്ളം, പെയ്ത്ത് വെള്ളമെല്ലാം ഈ കുത്തി അരച്ച് കയറുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഇവിടെ ഞങ്ങൾ തുറന്നു വെക്കാൻ താമസിച്ചുകൊണ്ട് നമ്മുടെ ആ ഭാഗങ്ങളിലെല്ലാം മട മുറിഞ്ഞതാ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ട, അവിടെ മട വീണിട്ടുണ്ട്. മട വീണ് വല ഉടക്കിയോ? മര്യാദയ്ക്ക് പറഞ്ഞില്ല. ചൂണ്ട വലയിൽ ഉടക്കി. ആ ചൂണ്ട എടുക്കാൻ വേണ്ടിയിട്ട് പോവാണവൻ. അപ്പം അവിടെ മട വീണതാ. അവിടെ ഡാം തുറന്നു വിട്ട ഊട്ടാണ് പോകുന്നത്. കണ്ടോ വെള്ളം പോകുന്നതുണ്ടോ? അടിപൊളിയാണ്. പിന്നെ അവിടെ താമര കാണാനുള്ള ആൾക്കാരാണ്. താമരയൊന്നും ഇല്ല, താമരയെല്ലാം പോയി. താമരയെല്ലാം മഴ പെയ്ത് വെള്ളത്തിൽ നശിച്ചിരിക്കും. താമര കാണാൻ ആരും ഇങ്ങോട്ട് വരുന്നത്. ഞാൻ അവനോട് അന്നേരം പറഞ്ഞ വല കിടക്കുന്ന അവൻ കണ്ടോ? അവിടെ വല കിടക്കുന്ന അവൻ അറിയാവുന്ന. അതിന്റെ മൂട്ടിലോട്ട് തന്നെ അവൻ എടുത്തിട്ട് എറിഞ്ഞ്. അവിടെ നിലയുണ്ടോടാ? ഇരുവുണ്ട്. മീനുണ്ടോ എന്നുള്ളത് അറിയേണ്ടത്. വരട്ടെ, കൊമ്പൻ സ്രാവുകൾ വരട്ടെ. 5 കിലോ ഉള്ള വാള വരട്ടെ. നമ്മുടെ മുഴുത്ത വാള ഒന്നും തന്നെ ഒന്ന് കൈത്തൂക്കം പിടിക്കട്ടെ. 3 കിലോ അല്ല കേട്ടോ. ഓളപ്പം വാള, സൈസ് വാള. വല പറിച്ച് മീനെടുത്ത് ചാടി കേട്ടാ. ഉള്ളിയുണ്ട്. എന്തുവായിരുന്നത്? വാളയായിരുന്നു, വളത്തുമീനായിരുന്നില്ലയോ? പറിച്ചാന്ന് പറയുന്നത്. പറിച്ചൊന്നുമല്ല, വല വീണപ്പോഴാണ്ട് പോയാ ഒരു വളത്തുമീനെടുത്ത് ചാടി കേട്ടോ. പക്ഷേ ആ ചാടിയപ്പോ ഇയാളെടുത്തൊക്കെ വീശണ്ടായിരുന്നു. എന്നോട് ചോദിക്കാനാ? എന്നോടല്ല, അനിയണ്ണനോടാ ചോദിച്ചുകൊണ്ടിരുന്നത്. പോയ വളത്തുമീനെ പിടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വലയാണ്. നമ്മൾ ഫസ്റ്റ് വല വീശുന്നേ ഉള്ളൂ. എത്ര നേരം ബാക്കിയുള്ളവരെല്ലാം വീശി മേടിക്കുക. ഇനിയിപ്പം നമ്മളങ്ങോട്ട് നമ്മുടെ അംഗം തുടങ്ങുകയാണ്.
ചെറിയ മീനൊന്നും വേണ്ട. വാള, വളർത്തുമീൻ, സിലോപ്പിയ, കരിമീൻ അങ്ങനത്തെ തൂളിയൊന്നും വേണ്ട. തൂളിയൊന്നും ഞങ്ങളുടെ വല വരരുത്. അപ്പം നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ്. 3 വല വെള്ളത്തിൽ വീണിട്ടുണ്ട്. ഒന്നും ചാടൊന്നും പറിക്കുന്നൊന്നും ഇല്ലല്ലോ. ഒന്നാമത്തെ വലയിൽ ഒരു തുളിയെങ്കിലും ഉണ്ടോ? തുളിയുണ്ട്, തുളിയുണ്ട്. ഇവിടെ ചാകരയാ, തുളിക്കുഞ്ഞ്. 4 വലയാണ് ഈ വീശിന് ഒരുമിച്ചുള്ളത്. 4 വലയും കൂടെ വെള്ളത്തിൽ വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. 1, 2, അപ്പുറത്തേക്കരിക്ക് 2, അപ്പുറത്ത് 5ാമതൊരു വലയും കൂടെ അവിടെ നിന്ന് എടുക്കുന്നു. എന്താ പടി പോടാ, വെള്ളം ഇളകി കിടക്കുമല്ലേ, ചൂണ്ടയ്ക്കകത്തിലൊക്കെ കിട്ടും. പോട്ടോ പോട്ടോ, എൻജോയ് എൻജോയ്. പറപ്പിക്ക് പറപ്പിക്ക്, വണ്ടി പറപ്പിക്ക്, വെള്ളം തെറിക്കട്ടെ. നാല് വല. പുളി, പായൽ, നമുക്ക് ആവശ്യത്തിന് പായൽ. അടുത്ത മീനും ചാടി. ചാടുന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഉണ്ടോ? മീനുണ്ടോ? ഇതിനകത്ത് കാണുന്നു. ഇതിൻ്റെ അകത്തിലുണ്ടോ? ചാട്ടമൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. മീനെല്ലാം എടുത്ത് ചാടുവാണല്ലോ. ഇല്ല. 5 വലയാണ് ഇവിടെ വീശാൻ നിൽക്കുന്നത്. നമ്മൾ 1ാം വല, 2ാം വല, 3ാം വല ഇവിടെ, 4ാം വല ഇവിടെ, 5 വല. 5 വലയാണ് വീശുന്നത്. കഴിഞ്ഞ 2 വലയെ നമ്മൾ വീശാതിരുന്ന്, വീഡിയോ എടുക്കാതിരുന്ന് വല വീശി മീനൊക്കെ ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഈ വലയ്ക്ക് ഇങ്ങനെ വല്ല ചാടുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വീശുന്നത് മൊത്തം എടുത്തേക്കാം. സൗണ്ടൊക്കെ ഇതെന്താ വിജയണ്ണ, എന്താ വീശാഞ്ഞ്? അത് എവിടൊക്കെയാ വീശി കയറ്റിയേക്കുന്നത്? ഒരുമിച്ചല്ല വീണത് എല്ലാവരുടെയും കൂടെ വല. വേണ്ട വന്നു സിലോപ്പിയ. സിലോപ്പിയ വന്നു. കരിമീന്, സിലോപ്പിയ. നല്ല കിടുക്കാച്ചി മഴയാണ്. മഴയത്ത് ഒരു വലയിൽ ഇവിടെ തൂളിയെ വീശി കയറ്റിയിട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ നനയായിക്കണം. മഴയത്ത് വീശാൻ പോവാന്നോ? ഒറ്റയ്ക്ക് കാച്ചാൻ പോവാ ഇല്ലയോ? മഴയത്ത് ഒറ്റയ്ക്ക് ഇപ്പൊ കൊമ്പനെ പിടിക്കാൻ പോവാ. ഇടി നല്ല കുളപ്പം മഴ, നല്ല കൊടും മഴയാണ്. മഴയത്ത് വീശാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല റെഡിയായി നിൽക്കുകയാണ്. കണ്ടാ, നീ വള്ളത്തെ പോയി വീശുന്ന നല്ലത് കേട്ടോ. എന്തുവാ വടംവലി വലിക്കുന്ന പോലെയൊക്കെയാ വലവലി. നമ്മുടെ വലയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് കഴുകിയതേ ഉള്ളു ഇപ്പൊ പാലം. ഇല്ല, മഴയത്ത് ഗുണമില്ല. നേരെ ഫ്രണ്ടിലിതാ നല്ലൊരു മേഘം. ആ മേഘത്തിന് പുറകിലായി നമ്മൾ വല വീശുകയാണ്. വീശടേക്ക
പന്ന പരിപാടിയാണ് പറഞ്ഞിട്ടാ വീശിയത്. എന്നാ ആട്ടെന്ന് പറഞ്ഞിട്ടാ വീശിയത്. കാറ്റെന്ന് പറഞ്ഞിട്ട് ഒറ്റ വീശും വീശി. പന്നൻ എന്നെ പരിപാടി കാണിക്കുന്നു. ആ അതാ ലേറ്റായിട്ട് വീശിയാണോ വരാലിനെ കിട്ടി. കിട്ടുകൊണ്ടാ സീനാണോ. നമ്മുടെ വല ഉടക്കി വരാൽ. വന്ന് വളർത്തുമീൻ വന്നടാ. കേറിയടാ അവൻ. താക്കോലോട് അതിൻ്റെ അകത്ത് കയറ്റി വന്നു. അതിൻ്റെ അകത്ത് ഇരിക്കുമോ? എനിക്ക് ഇരിക്കാനുള്ളൂ. അതായത് അതിൻ്റെ അകത്തിലൊന്നും ഇരിക്കത്തൊന്നുമില്ല. ഓ അമ്മങ്ങി ചത്ത് എല്ലാവരും ഉടങ്ങി. തൂളി ടങ്കീസ് തൂളി. ഇതാ അപ്പുറത്ത് അടുത്ത വാള. ഓ ചെറുക്കൻ ഇന്ന് രാശിയാ. അതേ കൊണ്ടിരുന്ന അടുത്ത വാളെ. തൂളിയൊക്കെ കൊണ്ട് അവിടെ വെള്ളത്തിലൊക്കെ പോകുന്നു. വാള തൂളി. ഓ എന്നെ മണ്ടയ്ക്കാന്ന് എടുത്ത് വീശി. 4 വല വളർത്തുമീനും വാളയും ഒക്കെ ആയിട്ട് കടവ് ഇവിടെ ഉണർന്നിരിക്കുകയാണ്. നമുക്കൊരു മീനെ കിട്ടിയില്ല ഇതുവരെ. ആകെ ഒരു പൊട്ടൻ തൂളി കിട്ടിയതേ ഉള്ളൂ. തൂളിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. തൂളിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വലുത് മതി. ഇല്ല അവിടെയൊന്നും ഇല്ല. ഒന്നുമില്ല. ഇവിടെ ഒരാൾ ഇവിടെ ആവേശത്തിൽ ബെറ്റ് വെക്കുകയാണ്. ആ കിടക്കുന്ന പായൽ കണ്ടോ? പായലല്ല, ആമ്പൽ. ആ ആമ്പലിൻ്റെ മണ്ടയ്ക്ക് നമ്മളിതാ ഇവിടുന്ന് വീശി വല എത്തിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് ഉൾപ്പെടെ എല്ലാവരും കളിയാക്കും. നാണക്കേട ഇത്ര ആൾക്കാർ ഞങ്ങൾ കൂവി നാറ്റിക്കും. ഞാൻ കൂവും, സത്യമായിട്ട് ഞാൻ കൂവും. വലിയ വായിൽ വിടുവായി പറഞ്ഞതാ. അതിന് മേളിലൊക്കെ വീശു വന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ കേട്ടോണ്ടിരിക്കും. അമ്പല് പറിച്ച് ഇവിടെ കൊണ്ട് വെക്കാം. എന്നിട്ട് മണ്ടയ്ക്ക് വീശിക്കോളാം. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതാ അതിന്റെ മണ്ടയ്ക്ക് വീശുന്നത് കാണാൻ. എന്നാ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ആ ആമ്പലിൻ്റെതാ ആ കിടക്കുന്ന ആമ്പലിന്റെ മണ്ടയ്ക്ക് ഇവിടുന്ന് തള്ളി വീശുന്ന കണ്ടിട്ടേ ഞങ്ങൾക്ക് ബാക്കി കാര്യമുള്ളൂ. ഒന്ന് കാണട്ടെ. മുട്ടുന്ന കാര്യമൊന്നുമല്ല ഇയാള് പറഞ്ഞ. ആ ആമ്പലിന്റെ അപ്പുറത്ത് വീശുമെന്നാ പറഞ്ഞത്. ആമ്പലിന്റെ അപ്പുറത്ത് വേണ്ട, ആ ആമ്പലിന്റെ ആദ്യം വീശ്. ഇയാള് പറഞ്ഞത് ആമ്പലിന്റെ അപ്പുറം പോവുന്ന. ആ കറങ്ങിയോ നിന്നോ പറന്നോ എങ്ങനെയാലും ഒക്കെ വീശി അവിടെ വരെ പോയാ മതി. ആളൂടെ വെള്ളത്തിൽ പോകരുത്. ആ കാണുന്ന ആ ആമ്പൽ ഇവിടുന്ന്, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഏകദേശം ഒരു 30 മീറ്റർ ദൂരം. എല്ലാരും നോക്കി കുടപ്പടിക്കുകയാണ് കേട്ടോ. ക്യാമറ ഞാൻ ഇവിടുന്ന് ചലിപ്പിക്കത്തില്ല ആട്ടെ. എല്ലാരും കുടപ്പിക്കുകയാണ് ആട്ടെ. ആമ്പൽ കമോൺ കിട്ടുവേണ്ട. ആമ്പലിന് മേളിൽ വീഴുവോ? ഇല്ല. ആമ്പല് പറിച്ചു വെക്കാവുന്ന ഇങ്ങോട്ട്. ഓ ആമ്പൽ അടുത്താലേ ഇല്ലല്ലോ. അതിന്റെ മേളിൽ വീശോ നോക്കാം നമുക്ക്. ഇന്ന് വീശന്ന് ഇത്രയും നേരം കാറ്റില്ലായിരുന്നു. ഇപ്പൊ കാറ്റ് വരുമ്പോ വീശിട്ട് കാറ്റാണെന്ന് വല്ല ഡയലോഗ് അടിക്കുവാണെങ്കിൽ ആമ്പൽ ആമ്പൽ ആമ്പൽ. ആമ്പൽ ആമ്പൽ
ആമ്പൽ ആമ്പൽ ആ ചാടി 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 കൊണ്ട് അതിന്റെ മേളിൽ പിടിച്ചിട് ചെല്ല് 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 കേട്ടോ എല്ലാരും കൂവി താറ്റിക്കുന്നത് കേട്ടോ ആമ്പൽ ആമ്പൽ ആമ്പലിന്റെ അയലത്ത് പോലും പോയില്ല ആമ്പല് ഇവിടെ എന്റെ അത്ര ആര് തള്ളുന്ന കാര്യം പറഞ്ഞത് വല തള്ളുന്ന കാര്യം അല്ലായിരുന്നില്ലയോ ഈ തള്ളായിരുന്നില്ലയോ നല്ല കാര്യം ഉണ്ടായിരുന്നു സജീവണ്ണ കണ്ട വരാലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആമ്പലിന് തള്ളിയതിനകത്ത് വല്ലതും ഉണ്ടോ ആമ്പലിന് തള്ളിയതിനകത്ത് ഒന്നുമില്ല വരാൽ 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 മണി ഓ ആണ്ട ആണ്ടുണ്ട് തൂളിയാന്നു ഓ വരാലാന്നു ഓ തൂളി ചുമ്മാതൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് തൂളി തൂളി ഞങ്ങൾക്ക് എല്ലാം മുട്ട പോയ തൂളിയാണല്ലോ തൂളിയുടെ പരിഞ്ഞിൽ പോലും തിന്നാൻ നമുക്ക് യോഗമില്ല മഴയത്ത് ഞങ്ങൾ ഒരു ബോണ്ട നിന്ന് കൈപിടിക്കുകയാണ് നല്ല കൊടും മഴ മഴ മാത്രമേ ഉള്ളൂ മീനൊന്നും ഇല്ല നീ എന്തിനാ ഉടുപ്പൊക്കെ ഊരിയിരിക്കുന്നത് ഒന്നുമില്ല ബോണ്ട വൈബ്സ് സമയം അങ്ങനെ ഒരുപാടായി വീശൊക്കെ മൂത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ 2 വീശോട് കൂടി പരിപാടി അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു വീശോടെ കാണുന്നത് പ്രത്യേകിച്ച് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് സങ്കടത്തിലാണ് ബാക്കിയുള്ളവർക്കൊക്കെ വാള വളത്തുമീൻ തുള്ളി എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ആകെ 2 തുള്ളിയെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ മഴയും അവസാനിച്ചു എന്തോ വെച്ചിട്ട് പോവാ നിർത്തുവാ ഞാൻ ഈ വലയും കൂടെ വീശി വലയുടെ നിലവാരം കൂടെ അറിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുക വീശി കാണാൻ തന്നെ ഇത്രയും പേരിങ്ങനെ നിരന്ന് നിന്ന് അന്തവും കുന്തവും ഇല്ലാത്ത പുഞ്ചയിലോട്ട് വീശുന്ന തന്നെ എന്തുവാ ആ ആട്ടെ ഇവിടെ ഒന്ന് ഉറങ്ങി കേട്ടോ കണ്ണൊക്കെ അടഞ്ഞിങ്ങനെ എന്തുവാ സജീവണ്ണൻ എന്തുവാ വളയോ എന്തുവാ ട്രാൻസോ എന്നെ അപമാനിക്കുന്നത് തന്നെ വല്ലതും ഉണ്ടോ പിന്നെ അവിടെ പിടിക്കണ്ടല്ലോ ഒന്നും ഇല്ലെങ്കിൽ എങ്ങൊന്നും ഇല്ല എങ്ങൊന്നും പിടിക്കാൻ ഇവിടെ വയമ്പെങ്കിലും ഉണ്ടോ ആ വലയാണെങ്കിൽ പൊങ്ങി മേളിലും വന്നില്ല ആ വയമ്പുണ്ടെന്ന് തോന്നുന്നു ഓ വയമ്പും ഇല്ല അപ്പോൾ നമ്മൾ നിർത്തല്ലേ ആ കടവ് തെളിച്ചിട്ടടത്ത് വാള വന്നു എവിടെ അവിടെ കാണാൻ വന്നു ആ ഇവിടെ തന്നെ വന്നതല്ലേ ഇപ്പോഴാ പൊലിക്കുന്നത് 5 മണിക്കൂർ കൊണ്ട് വീശുക ഇപ്പോഴാ ഒരു അത് വെളിയിൽ നിന്ന് കണ്ട് വന്നതാ അതേട്ടെ വെളിയിൽ നിന്ന് വന്ന് കടിച്ചു പിടിച്ചതാ ഈ അങ്ങനെ പറഞ്ഞാ മതി എങ്ങും ഇല്ലാത്ത കാണാത്ത സാധനം വന്നു ബ്ലാഞ്ഞില് കളയല്ലേന്നു കളയാനെന്തുവാ വലക്കകത്ത് കിടക്കുന്ന എങ്ങനെ കളയാൻ ബ്ലാഞ്ഞില് ഓ ഇത് കടിക്കൂ ചെറുതാ ചെറുതാ അകത്ത് എന്നിട്ട് വാരിക്കാൻ എന്തുവാ അത് വലയെന്നൊരു മീൻ ഉണ്ടോ എന്തുവായിരുന്നു ബ്ലാഞ്ഞിലോ ശേ പോയോ ആ വല പറിച്ചല്ലോ വലയുടെ അടിയിൽ കൂടെ എന്നാ പോയോ പോയല്ലോ വരുന്ന അടുത്ത ബ്ലാഞ്ഞിൽ ഫുള്ള് ബ്ലാഞ്ഞിലിന്റെ കളിയാണ് കേട്ടോ ഒരെണ്ണം ഇപ്പൊ വെള്ളത്തിൽ പോവുകയും ചെയ്ത് അടുത്ത വലയ്ക്ക് വീണ്ടും ബ്ലാഞ്ഞില് വരുന്ന അടുത്ത ബ്ലാഞ്ഞിൽ ഈ ടൈപ്പ് ബ്ലാഞ്ഞിലാണ് എല്ലാവർക്കും
എന്തോ അവിടെ വേറെ ഏതാണ്ട് കുളത്തുമല്ലോ വന്നു. എന്തോ അത്? വരാല 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 പ്ലാഞ്ഞില്ല 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 എന്തോ പ്ലാഞ്ഞില്ലായിരിക്കും.